തിരിച്ച് അങ്ങോട്ട് ചെല്ലാൻ പറ്റാത്ത ഒരവസ്ഥ കൂടിയാണ്. അച്ഛന് ഇതൊരു ട്രാപ്പായിട്ട് തോന്നിയിട്ടുണ്ട്. അതേ രീതിയിൽ ശാന്തമായി ജീവിച്ചിരുന്ന ഒരു വ്യക്തിയെ അദ്ദേഹം നിഷ്പക്ഷനാണ്, സഭയോടൊപ്പമുള്ള ഒരു വ്യക്തിയാണ് എന്നൊരു ഒറ്റ കാരണത്താല് സഭ തന്നെ ട്രാപ്പിൽപ്പെടുത്തി പ്രശ്നപൂരിതമായിട്ടുള്ള എറണാകുളം ബസിലിക്കയിലെ അഡ്മിനിസ്ട്രേറ്റർ നിയമിച്ചത് ഒരു ട്രാപ്പായിട്ട് താങ്കൾക്ക് തോന്നുന്നു? നമസ്കാരം. വോയിസ് ട്രൂത്തിന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതുവർഷത്തിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് 2024 വോയിസ് ട്രൂത്തിന്റെ പരിപാടികൾക്ക് ഞങ്ങൾ ഇവിടെ തുടക്കം കുറിക്കുകയാണ്. ആദ്യം തന്നെ നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നത് സീറോ മലബാർ സഭയുടെ ശാപമായി മാറിക്കൊണ്ടിരിക്കുന്ന എറണാകുളം അതിരൂപതയിലെ, പ്രത്യേകിച്ച് അതിന്റെ ആസ്ഥാന ദേവാലയമായ എറണാകുളം ബസിലിക്കയിൽ നടമാടിയ നാടകങ്ങളുടെ ചുരുളഴിക്കുകയാണ് വോയിസ് ഓഫ് ട്രൂത്ത്. കഴിഞ്ഞ ദിവസം എറണാകുളം കത്തീഡ്രൽ ദേവാലയത്തിന്റെ വികാരിയും അഡ്മിനിസ്ട്രേറ്ററുമായ ഫാദർ ആന്റണി പൂതുവേലിയോട് വോയിസ് ഓഫ് ട്രൂത്ത് നടത്തിയ നേരിട്ടുള്ള സംഭാഷണത്തിന്റെ വിശദ വിവരങ്ങളുമായാണ് വോയിസ് ഓഫ് ട്രൂത്ത് ഇന്ന് നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്നത്. എറണാകുളം ബസിലിക്കയിൽ, അല്ലെങ്കിൽ മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എറണാകുളം അതിരൂപതയിൽ കഴിഞ്ഞ വർഷം 2023 ക്രിസ്തുമസ് ദിനത്തോട് അനുബന്ധിച്ച് എല്ലാ ദേവാലയങ്ങളിലും സിനഡ് നിഷ്കർഷിച്ച സഭയുടെ ഔദ്യോഗിക ബലിയർപ്പണം നടത്തണമെന്ന് മാർപ്പാപ്പ നേരിട്ട് വീഡിയോ സന്ദേശത്തിൽ കൂടി കൽപ്പന പുറപ്പെടുവിച്ചതിനു ശേഷവും എറണാകുളം രൂപതയിൽ നടന്ന സാത്താൻ ബലിയർപ്പണങ്ങളും, അല്ലെങ്കിൽ മാർപ്പാപ്പയെ അപമാനിക്കുന്ന തരത്തിൽ മാർപ്പാപ്പയുടെ കൽപ്പനയെ വലിച്ച് എറിയുന്ന തരത്തിൽ നടന്ന സംഭവ വികാസങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. കഴിഞ്ഞ ദിവസവും ഒരു വൈദികന്, ഫാദർ ജോർജ് നെല്ലിശ്ശേരിയെ, അദ്ദേഹത്തിന്റെ മുറിയിൽ പൂട്ടിയിട്ട വളരെ നിഷ്ഠൂരമായ നീചമായ സംഭവം വരെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇപ്പോഴും എറണാകുളത്തെ വൈദിക തൊഴിലാളികൾ സഭ നിഷ്കർഷിച്ച ബലിയർപ്പണം നടത്താതെ സാത്താൻ ബലിയർപ്പണം നടത്തി സ്വന്തം ഇഷ്ടപ്രകാരം സഭയെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിലാണ് എറണാകുളം കത്തീഡ്രൽ ദേവാലയത്തിന്റെ സെന്റ് മേരീസ് ബസിലിക്കയുടെ വികാരിയും അഡ്മിനിസ്ട്രേറ്ററുമായ ഫാദർ ആന്റണി പൂതുവേലി നമ്മോട് മനസ്സ് തുറക്കുന്നത്. മാർപ്പാപ്പയുടെ കൽപ്പന പ്രകാരം ക്രിസ്മസ് ദിനത്തിൽ എന്തുകൊണ്ട് ബലിയർപ്പണം അസാധ്യമായി തീർന്നു എന്നുള്ള സത്യം വിളിച്ചു പറയുകയാണ് പൂതുവേലി അച്ഛൻ. ഇവിടെ ഫാദർ ആന്റണി പൂതുവേലിയുടെ ശത്രുക്കൾ സഭാ നേതൃത്വമാണോ അതോ എറണാകുളം വിമതരാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് വിശദമായി മറുപടി പറഞ്ഞുകൊണ്ട് നമ്മോടൊപ്പം ചേരുന്നു ഫാദർ ആന്റണി പൂതുവേലി, എറണാകുളം ബസിലിക്കയുടെ വികാരി. നമുക്ക് കാണാം അദ്ദേഹമായിട്ടുള്ള അഭിമുഖം. നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും വോയിസ് ഓഫ് ട്രൂത്തിന്റെ ഈ പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഒരു പ്രത്യേക വ്യക്തിത്വവുമായിട്ട് നേരിട്ട് സംസാരിക്കാൻ പോവുകയാണ്. ഈ വിശിഷ്ട വ്യക്തി ആരാണെന്ന് പരിചയപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അദ്ദേഹത്തെ പരിചയമുണ്ട്. ഇന്നത്തെ സീറോ മലബാർ സഭയിൽ നടക്കുന്ന, അല്ലെങ്കിൽ എറണാകുളം അതിരൂപതയിൽ നടക്കുന്ന പ്രശ്ന അധിഷ്ഠിത സംഭവങ്ങളിൽ അദ്ദേഹത്തിന്റെ പേര് പല പ്രാവശ്യം ഉയർന്നു കേട്ടിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ പരിചയമുള്ള വ്യക്തിയാണ്. സെന്റ് മേരീസ് ബസിലിക്കയിലെ വികാരിയും സെന്റ് മേരീസ് ബസിലിക്കയുടെ അഡ്മിനിസ്ട്രേറ്ററുമായ ഫാദർ ആന്റണി പൂതുവേലി അച്ഛനോട് നമുക്ക് ചില കാര്യങ്ങൾ ചോദിച്ചറിയുവാനുണ്ട്. അദ്ദേഹത്തിന്റെ ചില വേദനകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനുണ്ട്. കാരണം വേദനകൾ എന്ന് പറയുമ്പോൾ മാർപ്പാപ്പയുടെ ആഹ്വാനം അനുസരിച്ച് 2023 ഡിസംബർ 24 പാതിരാ കുർബാന മുതൽ പരിശുദ്ധ ബലിയർപ്പണം, അത് സഭയുടെ ഔദ്യോഗിക ബലിയർപ്പണമായിരിക്കണമെന്ന് മാർപ്പാപ്പ നേരിട്ട് വന്ന് എറണാകുളം രൂപതയോട് ആവശ്യപ്പെട്ടതിന് ശേഷവും എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് കത്തീഡ്രൽ ദേവാലയം, അല്ലെങ്കിൽ സെന്റ് മേരീസ് ദേവാലയം. എവിടെയും പാതിരാ കുർബാന നടന്നില്ല. കാര്യം കഴിഞ്ഞ വർഷം ഇവിടെ സാത്താൻ ബലിയർപ്പണം നടന്ന കാര്യം നിങ്ങൾക്കൊക്കെ അറിയാൻ, ലോകം മുഴുവൻ കണ്ടതാണ്. വേമ പിടിച്ചു മാറ്റുന്നതും അവിടെ വളരെയധികം വൈദികർ 16 മണിക്കൂറോളം തുടർച്ചയായി റിലേ കുർബാന നടത്തി കത്തോലിക്ക സഭയെ വെല്ലുവിളിക്കുന്നത് നമ്മൾ കണ്ടതാ. അപ്പോൾ അന്ന് മുതൽ ഈ ദേവാലയം അടഞ്ഞു കിടക്കുകയാണ്. 24 വൈകുന്നേരം പാതിരാ കുർബാനയോടുകൂടി ഈ ദേവാലയം തുറക്കപ്പെടുകയും അങ്ങനെ സഭയുടെ ഔദ്യോഗിക ബലിയർപ്പണം നടക്കുകയും ചെയ്യും എന്നെല്ലാവരും വിശ്വസിച്ചു. അതുപോലെ ഈ ഇടവക അംഗങ്ങൾ അതിനുവേണ്ടി ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. എന്നാൽ
നിർഭാഗ്യവശാൽ അങ്ങനെ ഒരു സംഭവം ഇവിടെ നടന്നില്ല. എന്നിരുന്നാലും മാർപ്പാപ്പയുടെ കൽപ്പന പാലിച്ചുകൊണ്ട് ഫാദർ ആന്റണി പോതുവേലി ബലിയർപ്പണം 25-ാം തീയതി രാവിലെ ഇവിടെ നടത്തി എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്, അഭിമാനാർഹമായ കാര്യമാണ്. അദ്ദേഹം അതിനെ പ്രൈവറ്റ് കുർബാന എന്ന് പറഞ്ഞാൽ പോലും ഇല്ല. നമുക്കറിയാം, എല്ലാ വൈദികർക്കും എല്ലാ ദിവസവും ബലിയർപ്പണം നടത്തേണ്ട ആവശ്യമുണ്ട്. അത് സാഹചര്യം ഇല്ലാത്ത അവസരങ്ങൾ അവർ പ്രൈവറ്റായിട്ട് ബലിയർപ്പണം നടത്തും. അത് വൈദികനെ സഹായിക്കുന്ന ഒരു വ്യക്തിയും മാത്രമേ അതിനുണ്ടാവുകയുള്ളൂ. എന്നാൽ 25-ാം തീയതി നടന്ന ബലിയർപ്പണത്തിൽ ആളുകൾ പങ്കെടുത്തു, ജനങ്ങൾ പങ്കെടുത്തു, വിശ്വാസികൾ പങ്കെടുത്തു. അപ്പോൾ ഇത് പ്രൈവറ്റ് കുർബാന അല്ല എന്ന് വേണം നമ്മൾ കരുതുവാൻ. കാരണം അങ്ങനെ വരുമ്പോൾ മാർപ്പാപ്പയുടെ ആഹ്വാനം സെന്റ് മേരീസ് ബസിലിക്കയിൽ നിവർത്തമാക്കപ്പെട്ടു. അങ്ങനെ വളരെ മഹത്തായ ഒരു കാര്യം, മറ്റ് പലർക്കും നടക്കാത്ത കാര്യം നമുക്കറിയാം. ഇതിനു മുമ്പ് ഇവിടെ ഇരുന്നത് മോൺസിഞ്ഞോർ നരികുളമായിരുന്നു, ആന്റണി നരികുളം. അദ്ദേഹം ഇവിടെ സഭയുടെ ഔദ്യോഗിക ബലിയർപ്പണം നടത്തിയില്ല. ഫാദർ ആന്റണി പൊതുവേലിയും ഇവിടെ വന്ന വളരെ ദിവസം ഇതിനുവേണ്ടി അദ്ദേഹം അഹോരാത്രം പണിപ്പെട്ടു, സഭയോടൊപ്പം നടക്കുവാനും സഭയുടെ ബലിയർപ്പണം നടത്തുവാനും. എന്നാൽ അദ്ദേഹത്തെ അതിൽ നിന്നെല്ലാം പിന്തിരിപ്പിക്കുന്ന ഒരു ശക്തി ഇവിടെ ഉണ്ടായിരുന്നു. ആ അവസരത്തിലാണ് മാർപ്പാപ്പ നേരിട്ട് വന്ന് ആഹ്വാനം നടത്തുന്നതും. പാതിരാ കുർബാന നടത്തുവാൻ സാധിച്ചില്ലെങ്കിൽ പോലും അദ്ദേഹം 25-ാം തീയതി തന്റെ കടമ നിർവഹിച്ചുകൊണ്ട് മാർപ്പാപ്പയുടെ ുള്ള വിശ്വാസം പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഫാദർ ആന്റണി പുതുവേലിയോട് ചോദിക്കാം, എന്താണ് ശരിക്ക് ഇവിടെ നടന്നത്, അല്ലെങ്കിൽ താങ്കൾ ആഗ്രഹിച്ചിട്ടും നടക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. അച്ഛോ, ഈശോസിയെ സ്തുതിയായിരിക്കട്ടെ. ഇവിടെ മാർപ്പാപ്പ പോലും നേരിട്ടിടപെടേണ്ട ഒരു അവസ്ഥ നമ്മുടെ എറണാകുളം അതിരൂപതയ്ക്ക് വന്നു. സാരം മാർപ്പാപ്പ തന്നെ അദ്ദേഹത്തിന്റെ സന്ദേശത്തിൽ പറയുന്നുണ്ട്, ഇത് നാടാടെയാണ്, അല്ലെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സന്ദേശം നൽകാൻ, ഒരു രൂപതയ്ക്ക് വേണ്ടി സന്ദേശം നൽകുവാൻ വരേണ്ടി വന്നത്. അങ്ങനെ ലോകമെമ്പാടും നമ്മുടെ സീറോ മലബാർ സഭയിലെ ഈ എറണാകുളം രൂപത വളരെ പ്രസിദ്ധി ആർജിച്ചു, അല്ലെങ്കിൽ കുപ്രസിദ്ധി ആർജിക്കേണ്ടി വന്നു. ആ ഒരു രൂപതയിലെ ആസ്ഥാന ദേവാലയത്തിന്റെ വികാരിയാണ് താങ്കൾ. ഇത്രയും ദിവസം ഇവിടെ കഴിഞ്ഞിട്ടും താങ്കൾക്ക് പരിശുദ്ധ ബലിയർപ്പണം നടത്തുവാൻ സാധിച്ചില്ല എന്നും ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചു. താങ്കൾ അതിനുവേണ്ടി പരിശ്രമിച്ചു, കോടതിയിൽ നിന്ന് താങ്കൾക്ക് അതിനുള്ള പ്രൊട്ടക്ഷനും കിട്ടി. എന്നിട്ടും പരിശുദ്ധ ബലിയർപ്പണം നടത്തുവാൻ താങ്കൾക്ക് സാധിച്ചില്ല, പാതിരാ കുർബാനയും നടന്നില്ല. എന്താണ് അതിനുള്ള കാരണം? താങ്കൾക്ക് എന്തുകൊണ്ടാണ്, താങ്കളെ ആരാണ് ഇതിനുവേണ്ടി ഇത് നടത്താതിരിക്കാൻ പുറകോട്ട് പിടിച്ചു വലിച്ച സാഹചര്യം എന്താണെന്ന് ഒന്ന് വിശദീകരിക്കുന്നു. 2022 ഡിസംബർ 16-ാം തീയതിയാണ് എന്നെ ഈ ബസിലിക്കയുടെ അഡ്മിനിസ്ട്രേറ്ററായി അഭിമന്യ മാർ ആൻഡ്രൂസ് താഴത്തുപിതാവ് നിയമിച്ചത്. 19-ാം തീയതി ഞാൻ ഈ ചുമതല ഏറ്റെടുത്തു. 20-ാം തീയതി ഞാൻ കുർബാന ചെല്ലാനായിട്ട് ഒരുങ്ങി. അങ്ങനെ കുർബാന ചെല്ലാനായിട്ട് പള്ളിയിൽ ചെന്നപ്പോഴാണ് 10-15 അച്ഛന്മാരും അതേ തുടർന്ന് ഇവിടുത്തെ പാരിഷ് കൗൺസിൽ അംഗങ്ങളെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഒരു പറ്റം ആളുകളും എന്നെ സങ്കീർത്ത മുറിയിൽ തടഞ്ഞു വെക്കുകയും ഏകീകൃത കുർബാന ചെല്ലരുതെന്നും ഞങ്ങളോടൊപ്പം ജനാഭിമുഖ കുർബാനയിൽ അച്ഛൻ പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ടത്. ഞാൻ പറഞ്ഞ എൻ്റെ നിയമന ഉത്തരവിൽ ഏകീകൃത കുർബാന ഈ ബസിലിക്കയിൽ നടപ്പാക്കണം എന്ന നിർദ്ദേശമാണ് ഉണ്ടായിരുന്നത്. അതല്ലാതെ വേറൊരു കുർബാനയിൽ എനിക്ക് നിങ്ങളോടൊപ്പമോ ആരോടെങ്കിലും ഒപ്പമോ എനിക്ക് ചെല്ലാൻ നിവൃത്തിയില്ലെന്ന് അവരോട് പറഞ്ഞു. ഈ പറഞ്ഞ കാര്യങ്ങൾ അച്ഛന് ഓർഡറായിട്ട് എഴുതി തന്നിട്ടുണ്ടോ? അച്ഛന് ഇങ്ങനെ ഇവിടെ ഏകീകൃത കുർബാന മാത്രമേ ചെല്ലാവുള്ളൂ, അതിനാണ് താങ്കൾക്ക് മാനേജ് തന്നിരിക്കുന്നുള്ളതിന് ഓർഡർ ഉണ്ടോ? എനിക്ക് എന്നെ അഡ്മിനിസ്ട്രേറ്ററായിട്ട് നിയമിച്ച ആ ലെറ്ററിൽ തന്നെ ഈ ഒരു മാൻഡേറ്ററി ഡിമാൻഡായിട്ട് എനിക്ക് എഴുതി തന്നിട്ടുണ്ട്. മാത്രമല്ല, എന്നെ അഡ്മിനിസ്ട്രേറ്റർ വെച്ചതോടൊപ്പം വികാരിയായിരുന്ന മോൺസിഞ്ഞോർ ആന്റണി നരികുളത്തിനുള്ള എല്ലാ അധികാരവും എന്നിൽ നിക്ഷിപ്തമാക്കുകയും ചെയ്തു. അതിൻ്റെ രേഖ എനിക്ക് തന്നു. മാത്രമല്ല അതിൻ്റെ കോപ്പി നരികുള അച്ഛനെ കൈമാറുകയും ചെയ്തിട്ടുണ്ട്. നരികുളം അച്ഛനെ ഉള്ള അധികാരങ്ങൾ നിക്ഷിപ്തമാക്കി എന്ന് പറയുമ്പോൾ സാധാരണ വിശ്വാസികൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ആ എന്തൊക്കെ അധികാരങ്ങളാണ് നരികുളം അച്ഛനിൽ നിന്ന് എടുത്ത് അഡ്മിനിസ്ട്രേറ്ററായ താങ്കളിലേക്ക് മാറ്റപ്പെട്ടത്? എന്തൊക്കെ അധികാരങ്ങളാണ്? വികാരി എന്നുള്ള നിലയിൽ, പ്രത്യേകിച്ച് ഈ കത്തീഡ്രൽ ബസിലിക്കയുടെ വികാരി എന്നുള്ള നിലയിൽ എന്തെല്ലാം അവകാശങ്ങളും അധികാരങ്ങളും അദ്ദേഹത്തിനുണ്ടായിരുന്നോ അതെല്ലാം സമ്പൂർണമായിട്ടാണ്
എന്നിൽ നിക്ഷിപ്തമാക്കിക്കൊണ്ട് പ്രത്യേക കത്ത് എൻ്റെ നിയമന ഉത്തരവോടൊപ്പം തന്നതും അതിൻ്റെ കോപ്പി നരികുളച്ചനും നൽകിയതും. അപ്പം ചോദ്യം, ഈ പരിശുദ്ധ ബലിയർപ്പണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, കൗദാസ്യ കർമ്മങ്ങൾ എന്തും ചെയ്യണമെന്നുണ്ടെങ്കിൽ താങ്കളുടെ അനുവാദത്തോടും താങ്കളുടെ സമ്മതത്തോടും കൂടി മാത്രമേ ഇവിടെ നടക്കാൻ പാടുള്ളൂ, അതല്ലേ താങ്കൾ ഉദ്ദേശിച്ചത്? അതെ, അതിൻ്റെ അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇനി എന്തെങ്കിലും അജപാലനപരമായ കാര്യങ്ങൾ മോൺസിഞ്ഞോർ ആന്റണി നരികുളത്തിന് ഇവിടെ നിർവഹിക്കണമെങ്കിൽ എൻ്റെ അനുമതിയോടെ മാത്രമേ എന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഈ കത്തിൽ. പക്ഷേ പ്രയോഗത്തിൽ വന്നത് കത്തിലൂടെ ഈ അധികാരങ്ങൾ കൈമാറിയെങ്കിലും പ്രയോഗത്തിൽ വികാരി എന്നുള്ള നിലയിലുള്ള എല്ലാ ഉത്തരവാദിത്വങ്ങളും പദവികളും അദ്ദേഹമാണ് പ്രായോഗികമായി നിർവഹിച്ചു പോകുന്നത്. എന്നെ ഒരു കാര്യത്തിലും അദ്ദേഹം അടുപ്പിച്ചിരുന്നില്ല. ഇപ്പം ഞാനിവിടെ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന കാലഘട്ടത്തിൽ ഇവിടെ മരണങ്ങൾ പലതുണ്ടായിട്ടുണ്ട്, വീട് വെഞ്ചരിപ്പുകൾ പുതിയതായിട്ട് പലതും ഉണ്ടായിട്ടുണ്ട്, പല മാമോദീസകൾ ഉണ്ടായിട്ടുണ്ട്, ആ മാമോദീസകൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതൊന്നും എന്നെ അറിയിക്കാതെ അദ്ദേഹം തന്നെയാണ് നിർവഹിച്ചു പോകുന്നത്. അപ്പൊ അതിനർത്ഥം സഭാ മേലധികാരികളുടെ ഉത്തരവുകളെ മോൺസിഞ്ഞോർ നരികുളം ലംഘിച്ചു എന്നല്ലേ അതിനർത്ഥം വരുന്നത്? തീർച്ചയായും. മാത്രമല്ല, ഞാൻ എൻ്റെ അഡ്മിനിസ്ട്രേറ്റർ പദവി സുഗമമായി നിർവഹിക്കാൻ എന്നെ മോൺസിഞ്ഞോർ ആന്റണി നരികുളം തടസ്സപ്പെടുത്തുന്നു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് 8 സന്ദർഭങ്ങൾ ഞാൻ എഴുതി രേഖാമൂലം ആൻഡ്രൂസ് പിതാവ് ക്യൂരിയയ്ക്ക് കൊടുത്തതാണ്. പക്ഷേ അതിന്മേലൊന്നും ഒരു നടപടിയും കൈക്കൊണ്ടില്ല. അതേസമയം നരികുളത്ത് അച്ഛനെ ആരെങ്കിലും സമീപിക്കുമ്പോൾ അദ്ദേഹം വളരെ തന്ത്രപരമായി എന്നോട് പറഞ്ഞിരുന്നത്, ഞാൻ വികാരി എന്നുള്ള പദവി മാത്രമേ എനിക്കുള്ളൂ, എല്ലാ അധികാരങ്ങളും പുതുവിലിച്ചനാണുള്ളത്, നിങ്ങൾ അദ്ദേഹത്തോടാണ് ചോദിക്കേണ്ടത്. ഇത് തന്ത്രപരമായി പറയുന്ന കാര്യമാണ്. പക്ഷേ പ്രയോഗത്തിൽ അദ്ദേഹം താഴത്തെ ഓഫീസിൽ വന്ന് എല്ലാം സർട്ടിഫിക്കറ്റുകൾ ഒപ്പിടുക, അതുപോലെ തന്നെ മറ്റ് ഡോക്യുമെൻറ്റ്സ് എല്ലാം ഒപ്പിടുക, അതെല്ലാം അദ്ദേഹത്തിൻ്റെ പക്കൽ കൊണ്ടുവരണമെന്നും അദ്ദേഹം ആണ് അതിൽ ഒപ്പിട്ടാണ് കൊടുത്തിരുന്നത്. എന്നെ അടുപ്പിച്ചിരുന്നില്ല. അതേസമയം ഞാൻ ഓഫീസിൽ ചെന്ന് പറഞ്ഞു, ഇനി മുതൽ അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള നിലയിൽ വികാരിയുടെ എല്ലാ ഉത്തരവാദിത്തമായതുകൊണ്ട് ഞാൻ അറിയാതെ ഇവിടെ ഒന്നും നടക്കരുത് എന്ന് പറഞ്ഞെങ്കിൽ പോലും നരികുളം അച്ഛൻ പരോക്ഷമായി ഈ ഓഫീസിലുള്ള സ്റ്റാഫുകളെയും കൈക്കാരന്മാരെയും ഒക്കെ വളരെ പ്രഷറൈസ് ചെയ്ത് എല്ലാ കാര്യങ്ങളും അദ്ദേഹം ആണ് ചെയ്തുകൊണ്ടിരുന്നത്. അതെനിക്ക് വളരെ പ്രയാസമായി. ഞാൻ വെറുതെ ഒരു നോക്കുകുത്തിയായിട്ട് ഇവിടെ ഇരുന്നതല്ലാതെ എനിക്ക് അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള പദവിയിൽ ഒന്നും ചെയ്യാനായിട്ട് സാധിച്ചിരുന്നില്ല. വാക്കുകളിലുള്ള ഒരു മായാജാലം. അപ്പം മറ്റുള്ളവരോട് പറയും പൊതുവേലി അച്ഛനാണ് ഇതിന്റെ എല്ലാം അഡ്മിനിസ്ട്രേറ്റർ, അദ്ദേഹത്തിനാണ് അധികാരം എന്ന് പറയുകയും എന്നാൽ ഈ അധികാരങ്ങൾ മുഴുവൻ താങ്കളിൽ നിന്ന് വലിച്ചെടുത്ത് സ്വയം ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് മോൺസിഞ്ഞോർ നരികുളം അധപ്പതിച്ചു എന്ന് വേണം കരുതുവാൻ. അങ്ങനെയാണോ അച്ഛൻ ഉദ്ദേശിക്കുന്നത്? തീർച്ചയായിട്ടും. കാരണം അദ്ദേഹം ഒരു ഈ പിതാവിൻ്റെ പിതാവ് എനിക്ക് എന്നെ അഡ്മിനിസ്ട്രേറ്റർ വയ്ക്കുന്നതിന് മുമ്പ് ഡിസംബർ 2022 ഡിസംബർ 16 ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് പിതാവ് അവസാനമായിട്ട് അദ്ദേഹത്തെ അരമനയിലേക്ക് ക്ഷണിച്ചു വരുത്തി അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു, അച്ഛൻ ഇവിടെ ഏകീകൃത കുർബാന ചൊല്ലുമോ ഇല്ലയോ എന്നുള്ളത് അന്തിമമായിട്ട് പറയണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പോഴദ്ദേഹം പറഞ്ഞത്, എനിക്ക് സാധ്യമല്ല, അങ്ങനെയാണെങ്കിൽ ഞാനൊരു അഡ്മിനിസ്ട്രേറ്ററെ അപ്പോയിൻ്റ് ചെയ്യാൻ പോകുന്നു, പിതാവിന് ഇഷ്ടം പോലെ ചെയ്യാം എന്ന് അദ്ദേഹത്തിൻ്റെ കൂടി സമ്മതം വാങ്ങിച്ച ശേഷമാണ് പിതാവ് എന്നെ അരമനയിലേക്ക് വിളിച്ചു വരുത്തുകയും എന്നെ നിർബന്ധപൂർവം ഈ ചുമതല ഏൽക്കുകയും ചെയ്തത്. കാരണം ഞാൻ ഇങ്ങനെ ഒരു പദവി ആഗ്രഹിക്കുന്ന ആളോ ഇങ്ങനെ ഒരു സ്ഥാനമാനങ്ങളുടെ പിന്നാലെ പോകുന്ന ഒരാളല്ല, ഒരു പ്രകൃതമുള്ള ഒരാളല്ല. ഞാൻ അന്ന് സേവനം ചെയ്തിരുന്ന മറ്റൂർ ഇടവകയിൽ 6-7 മാസമായി സിനഡ് അംഗീകരിച്ച കുർബാനക്രമം ജനങ്ങളെല്ലാം ബോധവൽക്കരിച്ച ശേഷം ഞാൻ വളരെ ഭംഗിയായി നിർവഹിച്ചു വരികയായിരുന്നു. അപ്പോൾ എനിക്ക് എന്നെ അഡ്മിനിസ്ട്രേറ്റർ വെച്ചപ്പോൾ സേതേ പ്ലേന എന്നുള്ള വ്യവസ്ഥയിലാണ്, അതായത് മറ്റൊരു വികാരിസ്ഥാനം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് എന്നെ ഈ ബസിലിക്കയുടെ അഡ്മിനിസ്ട്രേറ്റർ പദവിയിൽ എന്നെ നിയമിച്ചത്. അങ്ങനെ ഞാനിവിടെ വന്ന് ചാർജ് എടുത്തതിന് ശേഷം
ഞാൻ പിന്നീടാണല്ലോ ഈ ക്രിസ്മസിനോടനുബന്ധിച്ച് 23, 24 കഴിഞ്ഞ 2022 ഡിസംബർ 23, 24 തീയതികളിലുള്ള അനിഷ്ട സംഭവം ഉണ്ടായത്. ഈ അനിഷ്ട സംഭവങ്ങളെ തുടർന്ന് മറ്റൊരു അച്ഛന്മാർ ഇടപെട്ട് അവിടെയുള്ള ആളുകളൊക്കെ ഇളക്കി അവിടുത്തെ കൊച്ചിനെ ഭീഷണിപ്പെടുത്തി അവിടെ ഈ ഏകീകൃത കുർബാനയ്ക്ക് പകരം ജനാഭിമുഖ കുർബാനയിലേക്ക് മാറ്റി. നമ്മൾ ഫാദർ ആന്റണി പോതുവേലിയുമായിട്ടുള്ള അഭിമുഖത്തിന്റെ ആദ്യ ഭാഗം ഇവിടെ കണ്ടു കഴിഞ്ഞു. ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ തുടർച്ചയായി വോയിസ് ഓഫ് ട്രൂത്ത് പ്രസിദ്ധീകരിക്കുന്നതാണ്. ഞെട്ടിക്കുന്ന രഹസ്യങ്ങളാണ് ഫാദർ ആന്റണി പോതുവേലി വോയിസ് ഓഫ് ട്രൂത്തിനോട് പങ്കുവച്ചത്. ഓരോ ഭാഗങ്ങളായിട്ട് നിങ്ങളുടെ മുൻപിൽ കൃത്യതയോടുകൂടി സത്യസന്ധമായിട്ട് വോയിസ് ഓഫ് ട്രൂത്ത് എല്ലാ കാര്യങ്ങളും തുറന്നു കാണിക്കുകയാണ്. അടുത്ത ഭാഗത്തിൽ പോതുവേലി അച്ഛനെ എങ്ങനെയാണ് സഭാ നേതൃത്വം ചതിച്ചത്, അതോ സഭാ നേതൃത്വം പോതുവേലി അച്ഛന് ഒരു ട്രാപ്പ് ഒരുക്കുകയായിരുന്നോ എന്നുള്ളതിനുള്ള കൃത്യമായിട്ടുള്ള മറുപടിയാണ് അടുത്ത ഭാഗത്ത് നിങ്ങൾ കാണുവാൻ പോകുന്നത്. മറക്കാതെ അടുത്ത ഭാഗവും നിങ്ങൾ കാണും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇവിടെ ഫാദർ ആന്റണി നരികുളം എങ്ങനെയാണ് ചതിയുടെ ലേഖനങ്ങൾ എഴുതി തീർത്തത്, എങ്ങനെയാണ് ഫാദർ ആന്റണി പോതുവേലിയെ ആന്റണി നരികുളം ചതിച്ചത്, ആരാധനാക്രമ പണ്ഡിതനായ ഒരു വ്യക്തി എങ്ങനെ ആരാധനക്രമത്തെ വളച്ചൊടിച്ചു, എങ്ങനെ സഭയെ ചതിച്ചു എന്ന് നിങ്ങൾ ഇവിടെ കണ്ടു. ഫാദർ ആന്റണി പോതുവേലി സഭയോടൊപ്പം നിന്നുകൊണ്ട് മാർപ്പാപ്പയുടെ കൽപ്പന ശിരസ വഹിച്ചുകൊണ്ട് വളരെയധികം റിസ്ക് എടുത്തുകൊണ്ട് ഡിസംബർ 25 തീയതി മാർപ്പാപ്പ കൽപ്പിച്ചതുപോലെ തന്നെ സഭയുടെ ഔദ്യോഗിക ബലിയർപ്പണം ബസിലിക്കയിൽ നടത്തിയ കാര്യവും നമ്മൾ ഇതിനോടകം അറിഞ്ഞു കഴിഞ്ഞു. ആന്റണി പോതുവേലി അച്ഛന് എല്ലാവിധ ആശംസകളും നേരുന്നു. സഭയോടൊപ്പം ചിന്തിക്കുകയും സഭയോടൊപ്പം നടക്കുകയും ചെയ്യുന്നവർക്ക് നന്മയുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോയുടെ അടുത്ത ഭാഗവുമായി വരുന്നിടം വരെ നന്ദി, നമസ്കാരം. എറണാകുളം ബസിലിക്കയിൽ അഡ്മിനിസ്ട്രേറ്റർ നിയമിച്ചത് ഒരു ട്രാപ്പായിട്ട് താങ്കൾക്ക് തോന്നുന്നു? നിങ്ങൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് വോയിസ് ഓഫ് ട്രൂത്ത്, സത്യത്തിന്റെ സ്വരം. സത്യം വിളിച്ചു പറയുകയാണ് ഞങ്ങളുടെ കടമ. അത് മുൻപോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. നിങ്ങളുടെ മുൻപിൽ ഇപ്പോൾ ഞങ്ങൾ കൊണ്ടുവന്ന ഈ സത്യങ്ങൾ ഒരു തുടർച്ചയാകട്ടെ, സഭയ്ക്ക് അതൊരു മുതൽക്കൂട്ടാകട്ടെ. സത്യം അറിയുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വോയിസ് ഓഫ് ട്രൂത്ത് എന്നും ഒരു പ്രചോദനമായി തീരട്ടെ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.